ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടേ. നമുക്കതുകൊണ്ടൊന്ന് പായസം ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ അരിഞ്ഞ് വൃത്തിയാക്കിയ വരിക്കച്ചക്ക മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ചക്ക മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ചവ്വരി വെള്ളത്തിലിടണം. അരമണിക്കൂറോളം ചവ്വരി വെള്ളത്തിൽ കിടന്ന് കുതിരട്ടെ. അത് കുതിർന്ന് വരണം. പിന്നെ കുറച്ച് ശർക്കര പാനിയാക്കി എടുക്കണം. കുറച്ച് ശർക്കരയല്ല, നമ്മുടെ മധുരം എത്ര വേണോ അത്ര ശർക്കര തന്നെ എടുക്കണം. അതൊന്ന് പാനിയാക്കി മാറ്റിയ ശേഷം നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കാം. ആദ്യം തന്നെ പാത്രമൊഴിച്ച് നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ചക്ക അതിലേക്കിട്ട് നന്നായി ഇളക്കണം. നന്നായി ഇളക്കണം എന്ന് പറയുമ്പോൾ അടിക്ക് പിടിക്കരുത്, കട്ടിയാകാനും പാടില്ല. ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് കുറച്ച് ശർക്കര പാനി കാച്ചിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ശർക്കരയും കൂടി ഒരുമിച്ച് ഒഴിക്കരുത്. ചക്ക വെന്ത് വരുമ്പോഴേക്കും കുറുകും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നതാവും നല്ലത്. ആദ്യം കുറച്ച് ശർക്കര ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് പാകമായി വരുമ്പോഴേക്കും നമ്മൾ കുതിർത്ത് വെച്ച് ചവ്വരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചവ്വരി ഇട്ട ശേഷവും നന്നായി ഇളക്കണം. ചവ്വരിയും കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക തന്നെ വേണം. അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ശർക്കര പാനി ബാക്കി കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വേണം നമുക്കിനി പാലൊഴിക്കാൻ. പാലൊഴിച്ചാലും നല്ലപോലെ തന്നെ ഇളക്കണം. നല്ലതായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ മാറ്റരുത്. കൈ മാറി പോവുകയാണെങ്കിൽ കട്ട പിടിക്കുകയോ അടുക്കി പിടിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി തന്നെ ഇളക്കണം. നന്നായി ഇളക്കി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും പായസം റെഡിയാവും. നല്ല സ്വാദിഷ്ടമായ പായസമാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മണമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് പായസം നമുക്ക് വാങ്ങി വെക്കാം. അപ്പോഴേക്കും നമുക്ക് നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി എല്ലാം വറുത്തെടുക്കണം. വറുത്തെടുത്ത് അതും കൂടി നമുക്ക് പായസത്തിലേക്ക് ഇട്ടാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാകും. നല്ല മധുരത്തിനാണ് ഇവിടെ പായസം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചക്ക കിട്ടുകയാണെങ്കിൽ ചക്ക പായസം ഉറപ്പായും ഉണ്ടാക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ ബൈ, താങ്ക് യു.